ഒരുക്കം തുടങ്ങിയിട്ട് 2 മണിക്കൂറായല്ലോടാ, ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേടാ വധൂരി. ആ കൊച്ചി ഇറക്കൻ ഒരുങ്ങി വന്നിട്ട് 1/2 മണിക്കൂറായി. അവന്റെ ഒരു ഒരുക്കം. പലതവണ ഞാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ട് വധൂരിന്ന് വിളിക്കരുതെന്ന്. നാട്ടുകാരുടെ വിളിയായിട്ട് മാടുത്ത്. ഇപ്പൊ വീട്ടിലും എങ്ങനെ വിളിക്കാതിരിക്കും? നിന്റെ കയ്യിലൊരു പത്രമല്ലേ. ഒരു പെണ്ണ് കാണാൻ പോണെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെയുണ്ടോ ഒരു ഒരുക്കം? എടാ, കുട്ടനാട്ടിലേക്കാ പോകുന്നത്. ബോട്ടും വെള്ളവും ഒക്കെ കയറി അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് ഒരുപാട് നേരമാകും. എടാ സുപ്ര, കാക്ക കുളിച്ചാ കൊക്ക ആവത്തില്ല. നീ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും നീ തന്നെ ആവത്തുള്ളൂ. എന്നെ കൂടൊന്നും പറയിപ്പിക്കരുത്. പൊക്കുമില്ല ലുക്കുമില്ല, ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അന്ന് ഇതൊന്നും ഓർത്തില്ലല്ലോ. ദേ, ചെറിയ വായിൽ വലിയ വർത്തനം പറയാതെ വേഗം ഒരുങ്ങിറങ്ങാൻ നോക്ക്. വേഗം വാ. പെണ്ണ് കണ്ട് ഓക്കെ ആയാലേ ചേട്ടന്റെ വകയാ ചെലവ്. നമ്മളെത്തിയേക്കുന്നേ കുട്ടനാട്ടില, സൂപ്പർ ഷാപ്പാ. ഇതുപോലെ കുറെ ചെലവൊക്കെ കഴിഞ്ഞതാ. ഇനി കല്യാണം കഴിഞ്ഞ് മതി ചെലവൊക്കെ. ഷാപ്പ് അവിടെ തന്നെ കാണുമല്ലോ. ഈ പാലത്തെ ഇവനെ എങ്ങനെ ചുമന്ന് കയറ്റും? JCB വിളിക്കണോ? എന്തുവാടെ ഇത്, തുമ്പിക്കയ്യോ? അത് പിന്നെ ഒരു നല്ല കാര്യത്തിന് പോവല്ലേ. ഇത്തിരി അരവണ്ണം തോന്നിക്കാൻ വേണ്ടി 2-3 ഷർട്ട് എടുത്ത് കുത്തിക്കേറ്റി വെച്ചതാ. സോറി. കഷ്ടം. ചേച്ചി ചെറുക്കനെ തന്നെ കെട്ടിയാ മതി. ഞങ്ങൾ കളിക്കാൻ ഒരാളായല്ലോ. ഞങ്ങള് വരുമോ? വല്യമാവനെ കാണാലോ. ചേച്ചി എത്ര വരെ പഠിച്ചു? ബികോം കഴിഞ്ഞു. ബികോം? അതുപോരാ, ചെറുക്കൻ SSLC. മിനിമം അത്രയെങ്കിലും പഠിക്കണം. അത് കല്യാണം കഴിഞ്ഞ് പഠിച്ചോളൂന്നേ. പെണ്ണിന്റെ മുത്തച്ഛൻ പട്ടാളത്തിലായിരുന്നല്ലേ? അല്ല, ആര് പറഞ്ഞു? അച്ഛൻ കൃഷിക്കാരനായിരുന്നു. അപ്പൊ ആ ഫോട്ടോയോ? അതൊക്കെ പറഞ്ഞു തരാമെന്നേ. മക്കളകത്തോട്ട് നയിക്കുക. ഇനി ഇവർക്ക് എന്തെങ്കിലും പറയാനുണ്ടാവട്ടെ, നമുക്ക് പുറത്തോട്ട് നയിക്കാം. നമുക്ക് പുറത്തിരിക്കാം. ഇതിന്റെ എടുക്കുവാണേ. അപ്പൊ ടച്ചൻസിനായി. നമ്മുടെ പേരുകൾ തമ്മിൽ നല്ല മാച്ചാ. സുപ്രൻ, സുധ. നമുക്കുണ്ടാകുന്നത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ചൈനീസ് സ്റ്റൈലിൽ ഒരു പേരിടാം. സു സു. എനിക്ക് അല്പം പൊക്കക്കുറവുണ്ടെന്നേ ഉള്ളൂ, വേറൊരു കുറവുമില്ല. അതെ, എനിക്ക് അല്പം തടി കൂടുതലുണ്ടെന്നേ ഉള്ളൂ, വേറെ കൂടുതലൊന്നുമില്ല. ആര് പറഞ്ഞു? അവിടെ നാവിന് അല്പം നിലക്കൂടതാ. ഏതാണ്ട് ചേട്ടൻ എത്രയൊക്കെ വരും. ഭാവിയിലെ ചേട്ടത്തി അമ്മയാണെന്ന് ഓർത്ത് വേണം വർത്താനം പറയാൻ. ചുമ്മാ അല്ല നാട്ടുകാർ ലാംബട്ര എന്ന് വിളിക്കുന്നത്. ലാംബട്ര അല്ല, ഞാൻ വെറുതെ നല്ലൊരു ദിവസമായിട്ട് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. എൻ്റെ മനസ്സിൻ്റെ മടിച്ചിപ്പിൽ ഒരു രാജകുമാരിയായി അവൾ ഇടം നേടിക്കഴിഞ്ഞു. നിന്റെ ചെറിയ മനസ്സ് താങ്ങൂ? ഈ വിശാലമായ പെരുമാറിൽ അവളെയല്ല, അവളുടെ അത് വേണ്ട, എന്തും താങ്ങാനുള്ള കരുത്തുണ്ട്. ഇനി കല്യാണ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളെ കാണൂ. ബൈ. മതി ചേട്ടാ, രാത്രിയല്ലേ, ഒരുപാട് കുടിച്ച് മുറി ചെല്ലണ്ട. ചേച്ചി വെയിറ്റിംഗ്. നാളെ രാവിലെ പാണ്ടിലോറി കയറി തവളയെ പോലാവണ്ടവന്. മനസ്സമാനത്തിനാണ് ഇവൻ ശരം കുടിക്കലടാ. ഒന്ന് പോടാ. പാണ്ടിലൂറി കയറിയ തവളയല്ല, എവറസ്റ്റ് കീഴടക്കിയ ടെൻസിംഗ് ആയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്.
എന്തായാലും ഇത് തീർക്കാതെ ഞാൻ ഇവിടുന്ന് പോവത്തില്ല. പെണ്ണിന് അല്പം മണ്ണും കൂടുതലാണെങ്കിലും നല്ല വിദ്യാഭ്യാസം ഉള്ളോളാ, പെട്ടെന്ന് ജോലി കിട്ടും. സുപ്രൻ എവിടെ ചേച്ചി? കല്യാണം കഴിച്ചിട്ട് അവൻ എവിടെ പോയി? അവന്റെ കാര്യമൊന്നും പറയണ്ട. ആ വൃത്തികെട്ടവന്മാരെ ഒഴിവാക്കിയെങ്കിൽ ഇവൻ നന്നാവത്തുള്ളൂ. ഇനിയല്ല ആ പെങ്കുച്ചിന്റെ കയ്യില്. അവൾ അവനെ നന്നാക്കി എടുത്തു. പാവം കുട്ടിയെ. വാറ്റ് സുനിയേ. വാറ്റ് സുനിയെ, കുറച്ച് ദിവസം ഈ സാധനം കിട്ടില്ലെന്ന് പറഞ്ഞില്ലേ നിന്റെ കയ്യിൽ നിന്ന് കുപ്പി ഞാൻ സ്റ്റോക്ക് വാങ്ങിയേ. അപ്പം നീ എനിക്ക് വെള്ളം ചേർത്ത് തന്നല്ലേ? ഞാൻ വിരുന്നിന് വരുമ്പോഴേ നിനക്ക് ഞാൻ ശരിയാക്കി തരാം കേട്ടാ. എന്നോടാ കളി. പുറത്തൊക്കെ ഭയങ്കര ആൾക്കാരാ. ഈ മുണ്ടൊന്നും ഉടുക്കരുത്. ഒരു മറ തപ്പി വന്നതാ. ആ ഇനിയിപ്പോ അവിടെ ഒന്നും ഉടയ്ക്കാം. എന്നോട് ക്ഷമിക്കണം, സന്തോഷം കൊണ്ട് അല്പം കുടിച്ചു. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എനിക്ക് സന്തോഷമുള്ള കളിയാ. ഞാൻ കുടിച്ചുകൊണ്ട് തോന്നുകയാണോ അതോ? അളിയൻ ഒരു കാര്യം ഒന്ന് ടെൻഷൻ അടിക്കണ്ട. അളിയൻ ഇനി വേണോ? വേണമെങ്കിൽ പറഞ്ഞാ മതി. ശ്രീധരനായിട്ട് 4 കുപ്പി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ഈ സൂക്ഷിച്ചു വെക്കുന്നത്? വിശ്വാസം വരുന്നില്ലേ? ഇപ്പൊ ശരിയായി തരാം. ഒന്നാം തലേന്നും പറഞ്ഞ അവൻ തന്നതാ. പക്ഷെ അല്പം വെള്ളം ചേർന്ന ഒരു സംശയമുണ്ട്. സാരമില്ല, പക്ഷെ നല്ല പിടുത്തമുണ്ട്. അളി എനിക്ക് പറ്റിയ കമ്പനിയാ. വാളിയ വാ. അവൻ ഇതുവരെ എണീറ്റില്ലേ മോളെ? അമ്മ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്തു. ആ ഷോക്ക് കിടക്കുവാന്ന് തോന്നുന്നു. മോളെ, ഒരു കുടിക്കാരിയായിട്ട് കുറേ നാൾ കൂടി മോൾ അഭിനയിക്കണം. അവന് മദ്യത്തോട് വെറുപ്പ് തോന്നുന്നിടം വരെ മോൾ അഭിനയിക്കണം. മോള് ചെല്ല്, ബാക്കി ഞാൻ കഴുകാം. അത് പിന്നെ ഞാൻ പറയുന്നത് പോലെ മോള് കേൾക്കണം. കുടിക്കാരെ അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനും അത്യാവശ്യം കുടിക്കും. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാല്. ചേട്ടാ, എണീക്ക് ചേട്ടാ. ഇന്നലത്തെ ഹാങ് ഓവർ മാറണ്ടേ? രാവിലെ തന്നെ ഒന്ന് പിടിപ്പിക്കുന്നേ, നല്ല ഉഷാറാവും. ഇനി കമ്പനി കാണില്ല എന്ന് കരുതിയിട്ട് ഒട്ടും വിഷമിക്കണ്ട. കുടിക്കേ.